ബലിയർപ്പിക്കാൻ വരവാൻ ബലിവേദിയിൽ വരവാൻ ബലിയർപ്പകനും ബലിവസ്തുവുമായി യേശുവേ കനിയണമേ. തിരി തെളിഞ്ഞു മണി മുഴങ്ങി ബലിവേദി വീണ്ടും ഒരുങ്ങി. തിരി തെളിഞ്ഞു മണി മുഴങ്ങി ബലിവേദി വീണ്ടും ഒരുങ്ങി. കാൽവരിയാഗത്തിൽ പങ്കുചേരാൻ അനുതാപമോടണയാ നാം ഒന്നു ചേരുകയാ. ബലിയർപ്പിക്കാൻ വരവാൻ ബലിവേദിയിൽ വരവാൻ ബലിയർപ്പകനും ബലിവസ്തുവുമായി യേശുവേ കനിയണമേ. ബലിയർപ്പിക്കാൻ വരവാൻ ബലിവേദിയിൽ വരവാൻ ബലിയർപ്പകനും ബലിവസ്തുവുമായി യേശുവേ കനിയണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ സ്നേഹം കൽപ്പനകളെ കുറിച്ചാണ് വായനകൾ പഠിപ്പിക്കുക. കൊറിന്ത്യർക്കുള്ള ലേഖനത്തിൽ പൗലോസ് പറയുക, കൽപ്പനകളുടെ പൂർത്തീകരണമായി ആത്മാവിന് നൽകപ്പെട്ടിട്ടുണ്ട്. ആത്മാവിനാൽ പരിപൂരിതരായ ഞങ്ങൾ ദൈവത്തിന്റെ സന്ദേശം പ്രഘോഷിക്കുക. സുവിശേഷത്തിലും 10 കൽപ്പനയെക്കുറിച്ചുള്ള ചിന്തകൾ യേശുനാഥിക്കുന്നു. അത് പൂർത്തീകരിക്കുവാനാണ് താൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്ന് യേശു പറയുകയാണ്. യേശു കൽപ്പനകൾ പൂർത്തീകരിക്കുക ആത്മാവിന്റെ അഭിഷേകത്താലാണ്. നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. ജ്ഞാനസ്നാനം എന്ന കുദാശയിലൂടെ, സ്ഥൈര്യലേപനം എന്ന കുദാശയിലൂടെ, ഓരോ കുദാശകളിലൂടെയും പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നു. ആത്മാവിന്റെ ചൈതന്യത്തിൽ നിറഞ്ഞ കൽപ്പനകൾക്ക് ഉപരിയായി പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്രകാരമാണ് ഒരു ക്രിസ്ത്യാനിയുടെ ദൗത്യമെന്ന് ക്രിസ്തു ഇന്ന് സുവിശേഷത്തിലും പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യക്കാരോട് പറയുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്രകാരം ഒരു ശൈലി നമുക്ക് നൽകണമേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. തിരുസഭാ മാതാവ് സ്റ്റേറ്റ്മെന്റ് തിരുനാൾ അതിനെ ആഘോഷിക്കുക. തന്റെ ജീവിതം കൊണ്ട് കർത്താവിന്റെ പാട്ടുപാടിയ മനുഷ്യനുണ്ടായിരുന്നു. എളിമയുടെ പ്രതീകമായിരുന്നു. തന്റെ ജീവിതത്തിൽ പലപ്പോഴും സ്ഥാനമാനങ്ങൾ നേടി വന്നപ്പോഴും അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ദാരിദ്ര്യത്തിലും ഉപവിപ്രവർത്തനങ്ങളിലും കർത്താവിന് വേണ്ടി ഗാനങ്ങൾ ആലപിക്കുവാനും തന്റെ ജീവിതം വെടിഞ്ഞു വെച്ചു ഇഷ്ടപ്പെട്ടു. അപ്രകാരം എളിമയുടേതായ ശൈലി നമുക്ക് നൽകണമേ എന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ജീവിതത്തിലെയും വിജുടിയായ വിവരങ്ങൾ സമർപ്പിക്കാം. പരിശുദ്ധ കുർബാന അധിഷ്ഠിതമായ ഒരു ജീവിതം വാസ്തവത്തിൽ നയിക്കട്ടെ എന്നതിന് പ്രാർത്ഥിക്കുന്നത് കുടുംബവും ഒപ്പം കടബാധ്യതകൾ മാറണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അതുപോലെ എല്ലാ നിയോഗങ്ങളും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പരിഹരിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നുപോയ വീഴ്ച ദൈവസന്നിധിയിലേക്ക് പറഞ്ഞ് മാപ്പപേക്ഷിച്ച് നമുക്ക് ഈ ബലിക്കാനായി വരുന്നു. സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോട് ഞാൻ എനിക്ക് പറയുന്നു, എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷിച്ചാൽ ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ അറിയിക്കുന്നത് എല്ലാ മാലാഖമാരുടെ സഹോദരങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.
സർവശക്തനായ ദൈവം തന്നെ നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വനന്മകളുടെയും ഉറവിടമായ ദൈവം, അങ്ങേ പ്രചോദനത്താൽ ശരിയായ മാത്രം ചിന്തിക്കുവാൻ, അങ്ങേ മാർഗദേശത്താൽ അവ പ്രവർത്തികമാക്കുവാൻ വേണ്ട അനുഗ്രഹം അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരായ ഞങ്ങൾക്ക് നൽകും. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവ് വെള്ളായിക്കട്ടെ എന്നേമായി ജീവിക്കുവാനെന്ന് അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ഈ പ്രാർത്ഥന കേട്ടിരുന്നതേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്നും, സഹോദരരെ, ഇതാണ് ക്രിസ്തു വഴി ദൈവത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസം. സ്വന്തമായി എന്തെങ്കിലും മേന്മ അവകാശപ്പെടാൻ ഞങ്ങൾ യോഗ്യരാകുന്നു. ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ്. അവിടുന്ന് ഞങ്ങളെ എഴുതപ്പെട്ട നിയമത്താലല്ല, ആത്മാവിനാൽ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകാൻ യോഗ്യരാക്കിയിരിക്കുന്നു. എന്തെന്നാൽ എഴുതപ്പെട്ട നിയമം മൃതിപ്പെടുത്തുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. കൽപ്പലകയിൽ എഴുതപ്പെട്ട മരണത്തിന്റെ നിയമം തേജസ്സിലാണ് നൽകപ്പെട്ടത്. ആ തേജസ് മങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പോലും ഇസ്രായേൽ ജനത്തിന് നോക്കാനാവാത്ത വിധം മോശയുടെ മുഖത്തെ ജ്വലിപ്പിച്ചു. അങ്ങനെയെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ എത്രയേറെ തേജസ്സുറ്റതായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജോമയമായിരുന്നെങ്കിൽ നീതിയുടെ ശുശ്രൂഷ അതിനേക്കാൾ കൂടുതൽ തേജോമയമായിരിക്കണം. ഒരിക്കൽ പ്രശോഭിച്ചിരുന്നത് അതിനെ അതിശയിപ്പിക്കുന്ന മറ്റൊരു ശോഭം മൂലം നിഷ്പ്രഭമായി തീർന്നു. മങ്ങി മറഞ്ഞു പോയത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് തീർച്ചയായും അതിനേക്കാൾ തേജസ്സുള്ളതായിരിക്കും. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. നമ്മുടെ ദൈവമായ കർത്താവിനെ പുകഴ്ത്തുവിൻ. അവിടുത്തെ പാദപീഠത്തിൽ പ്രണമിക്കുവിൻ. അവിടുന്ന് പരിശുദ്ധനാണ്. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. മോശയും അഹരോനും അവിടുത്തെ പുരോഹിതന്മാരും പെട്ടവരാണ്. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ചവരിൽ സാമുവേലും ഉൾപ്പെടുന്നു. അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവർക്ക് ഉത്തരമരുളി. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. മേഘസ്തംഭത്തിൽ നിന്ന് അവിടുന്ന് അവരോട് സംസാരിച്ചു. അവർ അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ചു. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അങ്ങ് അവർക്ക് ഉത്തരമരുളി. അങ്ങ് അവർക്ക് ക്ഷമിക്കുന്ന ദൈവമായിരുന്നു, തെറ്റുകൾക്ക് ശിക്ഷ നൽകുന്നവനും. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. അവിടുത്തെ വിശുദ്ധ പർവ്വതത്തിൽ ആരാധന അർപ്പിക്കുവിൻ. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. ഹല്ലേലൂയ. എന്റെ ദൈവമേ, അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണം. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരുടെ അറിയിച്ച്, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കുവാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ കൂടിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയും.
ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കും. എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. സർവേശ്വരാ ഞാൻ വരുന്നു, സർവേശപാദത്തിൽ വരുന്നു. സർവേശ്വരാ ഞാൻ വരുന്നു, സർവേശപാദത്തിൽ വരുന്നു. സമ്പൂർണമായി നൽകുവാൻ, സമ്പൂർണ്ണ സ്നേഹത്തിൽ ലയിക്കുവാൻ, സമ്പൂർണമായി നൽകുവാൻ, സമ്പൂർണ്ണ സ്നേഹത്തിൽ ലയിക്കുവാൻ. നിൻമുഖം മാത്രം ധ്യാനിക്കുമിനിമേൽ, നിൻഹിതം മാത്രം അനുവർത്തിച്ചിടും. നിൻമുഖം മാത്രം ധ്യാനിക്കുമിനിമേൽ, നിൻഹിതം മാത്രം അനുവർത്തിച്ചിടും. നിൻ കരവൈഭവം കാണുമെന്നയനങ്ങൾ നിൻ തിരുശോഭയാൽ തെളിഞ്ഞിടേണം. നിൻ കരവൈഭവം കാണുമെന്നയനങ്ങൾ നിൻ തിരുശോഭയാൽ തെളിഞ്ഞിടേണം. സഹോദരന്റെയും നിങ്ങളുടെയും സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭകളുടെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ കരുണയോട് കടാക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അർപ്പിക്കുന്നത് അങ്ങേക്ക് സ്വീകാര്യമായ അർപ്പണം ഞങ്ങളുടെ സ്നേഹത്തിന്റെ വർധനയ്ക്കും ഉപകാരമായി തീരുമാറാകുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവം, എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. അളവില്ലാത്ത മഹത്വം അങ്ങയുടെ മാത്രമാണെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങനെ ദൈവികതയാൽ മധ്യരായവരെ സഹായിച്ചു. മാത്രമല്ല, ഞങ്ങളുടെ മധ്യതയ്ക്ക് തന്നെ പ്രതിനിധി നൽകുകയും അങ്ങ് നാശത്തിൽ വിധിച്ച എല്ലാവരെയും ഏതുവഴിയാണ് അവർ വീണുപോയത് അതേവഴി നമ്മുടെ കർത്താവായ ക്രിസ്തുവിലൂടെ രക്ഷിക്കുകയും ചെയ്യും. അവിടുന്ന് വഴി മാലാഖമാരുടെ സൈന്യം അങ്ങേ മഹിമയെ ആരാധിക്കുകയും അങ്ങേ മുമ്പിൽ എന്നെന്നും ആനന്ദം കൊള്ളുകയും ചെയ്യും. അവരോട് ഞങ്ങളെ സ്ഥലവും ചേരുവാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് ആരാധിക്കും. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ
ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്തു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായിരിക്കും അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിനൊരു ജനത്തെ ഒരുമിച്ച് കൊണ്ടുവന്ന് അങ്ങ് വിരമിക്കുന്നു. അതുകൊണ്ട് കർത്താവേ, താഴ്മയോട് നിങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഇത്തരങ്ങൾ കാഴ്ച അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയണം. അങ്ങനെ അങ്ങേ ദിവപുത്രനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി പെരുമാറണം. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്നാൽ അവിടെ നെറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ചു മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്നു എന്റെ ശരീരമാണ്. അപ്രകാരം തന്നെ താഴും കഴിഞ്ഞ് പലപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്നു എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വകാരവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ബലികൾ കൺപാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ചു അങ്ങേ തിരുകുമാരന്റെ ശരീരക്തങ്ങളാൽ പരിപുഷ്ടരായി അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പരിപൂരിതരായി ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കുന്നു. ക്രിസ്തുനാഥൻ ഞങ്ങൾ നിത്യമായ ഒരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് അവകാശങ്ങൾ ലഭിക്കുവാൻ ദയാക്കണം. വിശിഷ്യാദേവമാതാവായിട്ടും പരിശുദ്ധകന്യകാമറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ആവശ്യത്തിനോടും അനുഗ്രഹിതരാപ്പോസ്തലന്മാരോടും മഹിമയുടെ രക്തസാക്ഷികളോടും ഇന്നത്തെ തിരുനാളിന് കാരണപ്പുതനായ ഞങ്ങളുടെ മധ്യസ്ഥാന കുടുംബത്തോടും
എല്ലാ വിശുദ്ധരോടും അങ്ങേ സ്ഥലത്തുള്ളവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുന്ന ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിന്റെയും വലിയ സർവ്വലോകത്തിന്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വിൻസെന്റ് സാമുവേൽ മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദികഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടും എത്തി ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയും. അങ്ങേത്തിനും നിൽക്കുവാൻ അനുഗ്രഹമായ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപുരം കേട്ടറിയണമേ. കരുവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന എല്ലാ മക്കളെയും മുകളിലേക്ക് ദയാപൂർവം വന്നിപ്പിക്കും. ഞങ്ങളുടെ പ്രിയയുടെ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ലോകത്തിന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ സംതൃപ്തരാക്കപ്പെടുന്ന ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങേ ലോകത്തിന്റെ മേൽ വർഷിക്കുന്നു. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായി ദിവ്യോപദേശത്താൽ നിർവഹിക്കുന്നവരായി നിർഭയം നമുക്ക് കേൾക്കുന്നു. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. ഭരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ, നിന്നുള്ള പാലിലുമായിടേണം. അന്നു വേണ്ടുന്ന ആഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിപ്പിക്കണം. ഞങ്ങളുടെ ജനങ്ങളിൽ സമാധാനം കരുവാൻ നൽകണം. അനുഗ്രഹപൂർണമായ പ്രത്യാശ ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിന് മോചനാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. അങ്ങേ അപ്പോസ്തലന്മാർ അറിയിച്ച കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസത്തിൽ കണ്ടാർക്കും അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയും. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടുകരണമേ. ആമേൻ. പിതാവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ.
ഇത് ദൈവത്തിൻ്റെ വിജ്ഞാനം, ദൈവത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യജ്ഞാനത്തിനാൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഹൃദയത്തിൻ സൗഭാഗ്യമേ വാവായെന്നിൽ നിറഞ്ഞിടുവാ. ഓ യേശുവേ, ഓ ജീവനേ, ഹായൻ ഹൃദയത്തിൻ സൗഭാഗ്യമേ വാവായെന്നിൽ നിറഞ്ഞിടുവാ. അരൂപിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങയിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവേ, അങ്ങേ സൗഖ്യദായകമായ പ്രവർത്തനങ്ങളെ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് കാരുണ്യങ്ങളും മോചിപ്പിക്കുകയും നേരായ്മയിലേക്ക് ഞങ്ങൾ നയിക്കുകയും ചെയ്യുമാണ്. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇവരെ സമാപിച്ചു പോകുക. കർത്താവിന്റെ സുവിശേഷം അനുസരിച്ച് ജീവിക്കുക. ദൈവത്തിന് നന്ദി. നിസ്സഹായേ, നിത്യവും കാത്തിടുന്ന നിത്യകന്യകേ മറിയാമ്പികേ, നിസ്സഹായരേ, നിത്യവും കാത്തിടുന്ന നിത്യകന്യകേ മറിയാമ്പികേ, വിശ്വാസ ജീവിതം ആടിയുലഞ്ഞപ്പോൾ പ്രത്യാശ നൽകി നീ തുണച്ചുവല്ലോ. വിശ്വാസ ജീവിതം ആടിയുലഞ്ഞപ്പോൾ പ്രത്യാശ നൽകി നീ തുണച്ചുവല്ലോ. നിസ്സഹായരേ,
നിത്യവും കാത്തിടുന്ന നിത്യകന്യകേ മറിയാമേ, നിസ്സഹായരേ, നിത്യവും കാത്തിടുന്ന നിത്യകന്യകേ മറിയാമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.